ഇന്ന് 8th സ്റ്റാൻഡേർഡിലെ മാത്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 15 + x = 40 ആയാൽ എക്സിൻ്റെ വില കാണുക. അപ്പോൾ ഈ എക്സിൻ്റെ വില കാണുവാനായിട്ട് നമ്മൾ എക്സ് എഴുതും, സമവിടും, ഈ 40 നമ്മൾ എഴുതും. നോക്കുക, ഇവിടെ ഒരു 15 ഉണ്ട്. ഈ 15-നെ, ഇത് ലെഫ്റ്റ് സൈഡിലാണ് 15, ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം, വലത് വശത്തേക്ക് കൊണ്ടുപോകണം. 15-ൻ്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്, അല്ല ഇവിടെ സൈനൊന്നും ഇല്ലെങ്കിൽ അതിനടുത്തത് +15 സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ +15 എന്നുള്ള എന്തായിട്ട് മാറും? അത് -15 മാറും. അതായത് 40 - 15 നമുക്ക് 25 എന്ന ആൻസർ കിട്ടും. അതായത് x = 25. അതൊക്കെയാണല്ലോ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. എന്താണ്? 60 + a = 90 ആയാൽ എയുടെ വില കാണുക. അപ്പോൾ നമ്മൾ എന്തെഴുതും? എ എഴുതും. a = ഈ 90 നമ്മൾ എഴുതും. പിന്നെ എന്താ ചെയ്യുക? ഈ 60 അത് +60 അത് സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് -60 മാറും. 60-ൻ്റെ ചിഹ്നം മൈനസ് ആയിട്ട് മാറും, പ്ലസ് ചിഹ്നം മൈനസ് ആയിട്ട് മാറും. 90 - 60 എന്ന് കിട്ടും. 90-ൽ നിന്ന് 60 കുറച്ചാൽ 30 കിട്ടും. അതായത് ഇവിടെ നമ്മുടെ എയുടെ വില എന്ന് പറയുന്നത് 30. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. 20 + x = 35. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണുവാനായിട്ട് 35 എഴുതുക. എന്നിട്ട് ഈ 20-നെ സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക. വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +20 എന്നുള്ളത് -20 ആയിട്ട് മാറും. 35 - 20 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇവിടെ നോക്കുക, നേരത്തെ നമ്മൾ എല്ലാം പ്ലസ്സാണ് ചെയ്ത് കഴിഞ്ഞ് മൈനസ് ചെയ്യാൻ പോവുകയാണ്. 15 - x = 10. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇത് എക്സും ഇതിൻ്റെ മുമ്പുള്ള ചിഹ്നം മൈനസ് അല്ലേ, നമ്മൾ ഈ -x എഴുതും. ഓക്കെ, സമം ഇതിവിടെ ഒരു 10 ഉണ്ടല്ലോ, നമ്മൾ ഈ 10 ഇവിടെ എഴുതും. ഈ 15-ന് നമ്മൾ നേരത്തെ എക്സിനെയാണ് വലതുവശത്തേക്ക് കൊണ്ടുപോയത്. ഇവിടെ നമ്മൾ ഈ 15-നെ വലതുവശത്തേക്ക് കൊണ്ടുപോകും. ഇത് +15. ഇതിനെ ഇവിടെ നിന്ന് സമത്തിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ അത് -15 ആയിട്ട് മാറും. അതായത് 10 - 15 എന്ന് കിട്ടും. ഓക്കെ, അതായത് -x = 10-ൽ നിന്ന് 15 കുറക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 15-ൽ നിന്ന് 10 കുറക്കും. 15-ൽ നിന്ന് 10 കുറക്കുമ്പോൾ നമുക്ക് 5 കിട്ടും അല്ലേ. ഇനി വലിയ നമ്പറിൻ്റെ ചിഹ്നം അല്ലേ, വലിയ നമ്പറിൻ്റെ ചിഹ്നം മൈനസ് അല്ലേ, അപ്പോൾ നമ്മളിവിടെ മൈനസ് ചിഹ്നം ഇടും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇവിടെ -x = -5 എന്നാണ്. ഈ എക്സിനെയും വെട്ടിക്കളയാം, അല്ല ഈ എക്സിൻ്റെ കൂടെയുള്ള മൈനസിനെയും വെട്ടിക്കളയാം, 5-ൻ്റെ കൂടെയുള്ള മൈനസിനെയും വെട്ടിക്കളയാം. അതായത് നമുക്ക് x = 5 + 5 5 എന്ന ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനോട് പറയാം. 28 - x = 8. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ -x എഴുതും. ഇത് ഇവിടെ തന്നിരിക്കുന്ന 8 നമ്മൾ അതുപോലെ എഴുതും. ഇത് ഈ +28-ന്, അതായത് 28-ൻ്റെ മുമ്പിൽ ചിഹ്നമില്ലെങ്കിൽ അത് പ്ലസ് ആണെന്ന് മനസ്സിലാക്കണം. ഈ +28-നെ സമത്തിൻ്റെ വലതുവശത്തേക്ക് പോകുമ്പോൾ അത് -28 ആയിട്ട് മാറും. അതായത് -x = 8-ൽ നിന്ന് 28 കുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 28-ൽ നിന്ന് 8 കുറക്കും. 28-ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് 20 കിട്ടും. ഇവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 28 അതിൻ്റെ ചിഹ്നം എന്താണ്? മൈനസാണ്. അപ്പോൾ നമ്മളിവിടെ മൈനസ് ചിഹ്നം ഇടും. ഓക്കെ, ഈ രണ്ട് സൈഡിലും മൈനസ് ചിഹ്നം ഉള്ളതുകൊണ്ട് ഈ രണ്ട് ചിഹ്നവും നമുക്ക് വെട്ടിക്കളയാം. അതായത് നമുക്ക് എന്ത് കിട്ടും? x = 20 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, എന്നൊക്കെ ഇതേപോലെ ഒരു ചോദ്യം കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിക്കും. 6 - a = 4. നമ്മൾ നേരത്തെ ചെയ്ത പോലെ -a, ഈ -a നമ്മളിവിടെ എഴുതും. സമം ഇവിടെ 4 ഓൾറെഡി ഉണ്ട്, അത് നമ്മളിവിടെ എഴുതും. ഈ 6-നെ സമത്തിൻ്റെ വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -6 ആയിട്ട് മാറും. അതായത് ഈ -a = 4-ൽ നിന്ന് 6 കുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 6-ൽ നിന്ന് 4 കുറക്കും, 2 എന്ന് കിട്ടും. ഇവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 6 6-ൻ്റെ മുമ്പിലുള്ള ചിഹ്നം മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഈ 2-ൻ്റെ മുമ്പിൽ മൈനസ് ഇടും. അതായത് -a = -2 എന്ന് കിട്ടും. ഈ മൈനസ് ചിഹ്നവും ഈ മൈനസ് ചിഹ്നവും വെട്ടിക്കളയാം. a = 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 29 + x = 41. എക്സിൻ്റെ വില നിങ്ങളൊന്ന് കാണുക, ഒന്ന് കമൻറ്റ് ചെയ്യുക ആൻസർ. 15 - x = 10 ആണെങ്കിൽ എക്സിൻ്റെ വില കാണണം.
ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങളുടെ ആൻസറുകൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. ഓക്കേ.